കാരണം ഇന്ന് സോഷ്യൽ മീഡിയ പ്രവാചകനെ വല്ലാണ്ട്, പ്രവാചകൻ്റെ കുറ്റങ്ങളും കുറവുകളും ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള അന്നത്തെ ചില കാര്യങ്ങളും ചൂണ്ടിക്കൊണ്ട് വിമർശിക്കപ്പെടുമ്പോഴും പ്രവാചകൻ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. പലപ്പോഴും തർക്കിച്ച് വരുന്ന ദമ്പതികളോടും തർക്കിച്ച് വരും, എന്നാൽ 5 നേരം നിസ്കരിക്കുകയും ചെയ്യും. അങ്ങനത്തെ ആൾക്കാരോട് ഞാൻ പറയും, നിങ്ങളുടെ ശബ്ദം ആ മൗനത്തിൽ നിന്ന് അങ്ങോട്ട് ഉയരരുത് എന്ന് പറഞ്ഞത് പ്രവാചകനല്ലേ? പിന്നെന്തിനാ നിങ്ങൾ ഈ തർക്കിക്കുന്നത്? തർക്കിക്കുമ്പം ടോണ് കൂടി പോകുമല്ലോ. ഞാൻ പറഞ്ഞു, അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടോൺ എപ്പോഴും മിതമായി നിലനിർത്തുക. പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകൻ്റെ പാഠങ്ങൾ പകർത്തുക എന്നാണ് അർത്ഥം. ഒരു അയൽവാസി പട്ടിണി കിട്ടിയിട്ട് നിങ്ങൾ അവിടുന്ന് വാരിക്കോരി കഴിച്ചാൽ പ്രവാചകനോടുള്ള സ്നേഹം അവിടെ ഉണ്ടാവില്ല. ഒരു മനുഷ്യന്, ഒരു അർഹിക്കപ്പെട്ടവന് കരുണ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അവിടെ പ്രവാചകനോടുള്ള സ്നേഹം ഉണ്ടാവില്ല. പ്രവാചകൻ്റെ മദ്ഹ് എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമില്ല, പ്രവാചകനെ പകർത്തിയവനാവില്ല. മനസ്സിലായില്ലേ? കാരുണ്യവാനായ ദൈവത്തിൽ എല്ലാം സമർപ്പിച്ചു